അത് പൊന്നാനി പാരമ്പര്യം മാത്രമല്ല, ഇമാം നവവിയുടെ പാരമ്പര്യം, ഇമാം റാഫിയുടെ പാരമ്പര്യം, ഇമാം ഷാഫിയുടെ പാരമ്പര്യം, ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യം, ഇമാം തഖീദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പാരമ്പര്യം, ഇമാം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പാരമ്പര്യം, ഇബ്നു ദഖീഖ് ഈദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പാരമ്പര്യം, ഇവരുടെ ഈ മഹാരഥന്മാരുടെ ഒക്കെ പാരമ്പര്യം പരിശോധിച്ചാൽ ത്വരീഖത്തിന്റെയും തസവ്വുഫിന്റെയും പാരമ്പര്യമാണെന്ന് ചരിത്ര വസ്തുതകൾ തെളിയിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞ ഉസ്താദുമാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായി കണ്ട് അവിടുത്തെ അല്ലാഹുവിലേക്കുള്ള മാർഗദർശിയായി ബൈഅത്ത് ചെയ്ത സ്വഹാബാക്കളായിരുന്നു. അങ്ങനെയാണ് അവർ ഈമാൻ ഉറപ്പിച്ചത്. അല്ലെ? അതിനിപ്പോ ഞാൻ സുദീർഘമായി പറയുന്നില്ല, ഒരുപാട് പ്രഭാഷണങ്ങളിൽ പറഞ്ഞതാണ്. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ ബൈഅത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ബൈഅത്തിന്റെ ഹദീസുകൾ. അതിനുശേഷം സ്വഹാബത്തിനെ അനുകരിച്ച് താബിഈകൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി സ്വഹാബത്തിനെ കണ്ടു, അവരോട് സഹവസിച്ചു. ചില ആളുകൾ ഫിർഖ ധരിക്കും, ചില ആളുകൾ അവരിൽ നിന്ന് ദിക്ർ സ്വീകരിക്കും, ആരിഫീങ്ങളായ ആളുകളോടുള്ള സഹവാസം വർദ്ധിപ്പിക്കും. അതെങ്ങനെയാവണം? ഏതെങ്കിലും ഒരാളത്ത് പോയി തിരിച്ചു പോന്നാ പോരാ, അള്ളാഹുവിലേക്കുള്ള മാർഗദർശിയായി അവരെ കാണണം. ആ രൂപത്തിലുള്ള സഹവാസം ഈ റിജാലുൽ ഖുശൈരി പറഞ്ഞല്ലോ. ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഉദ്ധരിച്ച കുറെ സൂഫിയാക്കളുടെ ചരിത്രം പറഞ്ഞല്ലോ. അതിലൊക്കെ സ്വഹിബ, ഒരാള് ഒരു സൂഫിയായ മഹാനെ പറഞ്ഞാൽ സ്വഹിബൽ ജുനൈദ് റളിയല്ലാഹു അൻഹുവിനെ സഹവസിച്ചു. ഉസ്താദ്മാര് വേറുണ്ട്, ഇത് തസവ്വുഫിന് വേണ്ടിയിട്ടാ, അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി സഹവസിച്ചതാ. ഇത് ആത്മീയ സംസ്കരണത്തിനും ആത്മജ്ഞാനം കരസ്ഥമാക്കാനും വേണ്ടി സാഹസിച്ചതാ. മാർഗദർശിയായ ഒരു ആളായിട്ട് കണ്ട് സാഹസിച്ചതാ. റിജാലുൽ ഖുശൈരിയിലെ ഏത് ആളുകളെ എടുത്തു നോക്കിയാലും 10-25 ആളുകളെ, അതിലപ്പുറം ആളുകളെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അവരുടെ മുമ്പുള്ള ഒരു അള്ളാഹുവിലേക്കുള്ള ഒരു മാർഗദർശിയായ ശൈഖിനെ സഹവസിച്ചു എന്നത് കാണാൻ കഴിയും. ഒന്നായിട്ട് ഇവിടെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതങ്ങനെയാണ് അതിന്റെ വിധി. ഈ മശായിഖുമാരോടുള്ള ബന്ധം പല രൂപത്തിൽ കരസ്ഥമാകും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അൽ ഹൈതമി